നമസ്കാരം. രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകര ആക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ NIA കസ്റ്റഡിയിൽ വിട്ടു. പാട്യാല ഹൗസ് കോടതി പ്രത്യേക NIA ജഡ്ജി ചന്ദർജിത് സിംഗിന് മുന്നിൽ ഹാജരാക്കിയ റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അതീവ സുരക്ഷയിൽ ഇന്നലെ രാത്രി 10:30-ഓടെയാണ് റാണയെ കോടതിയിൽ എത്തിച്ചത്. പുലർച്ചെയോടെയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. 20 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു NIA ആവശ്യപ്പെട്ടിരുന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് US നിന്ന് പ്രത്യേക വിമാനത്തിൽ റാണയെ ഡൽഹിയിലെത്തിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളടങ്ങുന്ന സംഘം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി US-ലുണ്ടായിരുന്നു. റാണയെ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച ഉടൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റും രേഖപ്പെടുത്തി. കസ്റ്റഡിയിൽ ലഭിച്ച റാണയെ NIA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ 12 അംഗ സംഘമായിരിക്കും ചോദ്യം ചെയ്യുക. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളിയതോടെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങിയത്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ ലോസ് ആഞ്ചൽസിലെ തടവു കേന്ദ്രത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അസുഖബാധിതനായ തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്നും രാജ്യത്തെത്തിയാൽ താൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡനത്തിന് ഇരയാകുമെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും റാണ US സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. 2008-ൽ മുംബൈയിൽ നടന്ന ഭീകര ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ പാക് US ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റാണ. 2008-ൽ മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ റാണ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മുംബൈയിൽ ഭീകര ആക്രമണം ഉണ്ടായത്. കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നതും.